അവരെ കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക. അള്ളാ അല്ലാത്തവരെ ആരാധിക്കുന്നു. അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫിത്ന, ഈ ശിർക്ക് ഇല്ലാതാവുന്നവരെ അവരോട് ഫൈറ്റ് ചെയ്യുക. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് മാത്രം മുകളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഡെമോക്രസി ആവട്ടെ, അതല്ലാത്ത ഹിന്ദുയിസം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്ത് ഇസമാവട്ടെ, എന്ത് മതമാവട്ടെ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ലോകത്ത്. അതില്ലാതാവുന്നത് വരെ നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ. എന്നിട്ടും നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികളെ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്ടിട്ട് അവരെ തീർക്കുക. അല്ലെങ്കിൽ ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് അവരെ ഗ്യാതറിങ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്. എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടെങ്കിൽ അവരെ മുകളിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ദൗലത്തുൽ ഇസ്ലാമിലെ, നമ്മളെ ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുജാഹിദീങ്ങൾ ലോകത്തെല്ലാ സ്ഥലത്തും നടക്കുന്നില്ലേ? ഇനി വെപ്പൺസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ ഗൺസ്, കലാഷിൻകോഫ്, ഇതേപോലെ അല്ലെങ്കിൽ വെറും പിസ്റ്റോൾ അത് കിട്ടുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഇപ്പൊ ലാസ് വെഗാസിൽ കുറച്ചു നാൾ മുമ്പ് നടന്നില്ലേ, നമ്മളൊരു സപ്പോർട്ടർ എന്താ ചെയ്തത്, ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ, റോക്ക് കോൺസേർട്ടിൽ, ഷെയ്ത്താന്റെ കൊട്ടാരത്തിൽ അവിടെ പോയിട്ട് എത്ര ആൾക്കാരെ അവിടെ ഇല്ലാതാക്കി. അൽഹംദുലില്ലാ. അതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും അവിടെ ചെയ്യും. അല്ലെങ്കിൽ മിനിമം ഒരു റെയിൽ പാളെങ്കിൽ തെറ്റിക്കാൻ നോക്കുക. ഒരു ട്രെയിൻ മറിഞ്ഞിട്ട് കുഫാരിങ്ങൾ ഇല്ലാതാവട്ടെ. അല്ലെങ്കിൽ മിനിമം ഒരു കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ എന്നിട്ട് വിചാരിക്കാൻ പാടില്ല നമ്മൾ ഇത് ചെയ്തിട്ട് നേരെ പോയി അറസ്റ്റ് ആവും. ഇല്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ട്രൈ ചെയ്യണം മാക്സിമം. നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ജിഹാദ് ചെയ്യുക അവിടെ.